പാലാ സഹൃദയ സമിതി 59-ാം വയസ്സിലേക്ക്. ഈ വർഷത്തെ ആദ്യ സമ്മേളനം പാലാ കുരിശുപള്ളിക്കവലയിലുള്ള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രശസ്ത സാഹിത്യകാരനും ചിന്തകനുമായ സക്കറിയ മുഖ്യപ്രഭാഷണം നടത്തി. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പരിചയപ്പെടുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനുമുള്ള ഒരു വേദി എന്ന നിലയിൽ 1967-ൽ പുലിയന്നൂർ ആസാദ് വായനശാല കേന്ദ്രമാക്കി തുടക്കം കുറിച്ച പാലാ സൗഹൃദ സമിതി 59-ാം വയസ്സിലേക്ക് പ്രവേശിച്ചു. 59-ാം വർഷത്തെ ആദ്യ സമ്മേളനം പാലാ കുരിശുപള്ളിക്കവലയിലുള്ള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സമിതി അധ്യക്ഷൻ രവി പുലിയന്നൂരിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത സാഹിത്യകാരനും ചിന്തകനുമായ സ്കറിയ മുഖ്യപ്രഭാഷണം നടത്തി. സമിതി നിർവാഹക സമിതി അംഗം ജിജോ തച്ചന്റെ മൂന്നാമത് കവിതാ സമാഹാരമായ ചെന്തിയപ്പൻ ശാസ്ത്രജ്ഞനും എഴുത്തുകാരനും എതിരൻ കതിരവനും നൽകി സ്കറിയ പ്രകാശനം ചെയ്തു. സമിതി ഉപാധ്യക്ഷൻ ജോസ് മംഗലശ്ശേരി പുസ്തക സമർപ്പണം നടത്തി. കവിയും പത്രപ്രവർത്തകനുമായ ഇസ്മായിൽ മേലടി പുസ്തകം പരിചയപ്പെടുത്തി. എൻ രാജേന്ദ്രൻ, രവി പാല, ചാക്കോ സി പൊരിയത്ത്, സെബാസ്റ്റ്യൻ വട്ടക്കയം, പി രാധാകൃഷ്ണക്കുറുപ്പ്, ജോണി പ്ലാത്തോട്ടം, ഡി ശ്രീദേവി, അഡ്വക്കേറ്റ് സന്തോഷ് മണർകാട്, ഉണ്ണിക്കുളപ്പുറം രാധാകൃഷ്ണക്കുറുപ്പ്, പി എസ് മധുസൂദനൻ, വി എം അബ്ദുള്ള ഖാൻ, വിനയകുമാർ, മാനസ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഐഫോറിയ ന്യൂസ്, പാല.